ഡോളറിനെ കത്തിച്ചു ചാമ്പലാക്കി അമേരിക്കൻ സർവാധിപത്യത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ അവരെത്തുകയാണ്. ഒരിക്കൽ സൗദിയെ പറഞ്ഞു മയക്കി ഡോളറിന് മൂല്യം നൽകിയ അതേ അമേരിക്കയുടെ കൺമുന്നിലൂടെയാണ് ഡോളർ ഇതര വ്യാപാരങ്ങൾ പൊടിപൊടിച്ച് നടക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ സ്വന്തം മണ്ണിൽ ചോര പൊടിഞ്ഞതോടെ അറബ് രാജ്യങ്ങൾ പോലും അമേരിക്കയുടെ ഡോളർ സംവിധാനത്തെ കുറിച്ച് മാറ്റി ചിന്തിക്കാൻ ഒരുങ്ങിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ലോകമുള്ളത്. ഇനിയും അവരുടെ അഹങ്കാരം വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ ഡോളറിൽ വ്യാപാരം നടത്തേണ്ട എന്ന തീരുമാനത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് എന്തായാലും കമന്റ് ചെയ്യുക. നമുക്ക് എന്താണ് പെട്രോ ഡോളർ എന്നും അതെങ്ങനെയാണ് ലോകത്തെ നിയന്ത്രിച്ചതെന്നും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നും ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കാം. ലോകക്രമത്തിൽ അമേരിക്ക പുലർത്തിപ്പോന്ന അപ്രമാദിത്വത്തിന്റെ നട്ടെല്ലായിരുന്നു പെട്രോ ഡോളർ എന്ന സംവിധാനം. ഇതിന്റെ തകർച്ചയെ കുറിച്ചുള്ള ചർച്ചകൾ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് വഴി തെളിയിക്കുന്നത്. പെട്രോ ഡോളർ എന്നാൽ ലളിതമായി പറഞ്ഞാൽ ലോകത്തെ എണ്ണ വ്യാപാര അമേരിക്കൻ ഡോളറിൽ മാത്രം നടത്തുക എന്ന ധാരണയാണ്. ഈ സംവിധാനം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും അത് അമേരിക്കയെ എങ്ങനെ ഒരു സൂപ്പർ പവർ ആക്കി മാറ്റിയെന്നും നമുക്ക് നോക്കാവുന്നതാണ്. ഈ കഥ ആരംഭിക്കുന്നത് 1970-കളിലാണ്. അതായത് 70കളുടെ തുടക്കത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലാണ് പെട്രോ ഡോളർ എന്ന ആശയം ഉടലെടുക്കുന്നത്. 1974 അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ചരിത്രപരമായ കരാറാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ കരാർ പ്രകാരം സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ വിൽക്കുന്നത് ഡോളറിൽ മാത്രമായിരിക്കുമെന്ന് ഉറപ്പു നൽകി. പകരമായി സൗദി അറേബ്യക്ക് സൈനിക സുരക്ഷയും ആയുധങ്ങളും നൽകുമെന്ന് അമേരിക്കയും വാഗ്ദാനം ചെയ്തു. സൗദിയെ പിന്തുടർന്നുകൊണ്ട് മറ്റു ഒപെക് രാജ്യങ്ങളും തങ്ങളുടെ എണ്ണ വ്യാപാരം ഡോളറിലേക്ക് മാറ്റി. ഇതോടെ ലോകത്തിലെ ഏത് രാജ്യത്തിനും എണ്ണ വാങ്ങണമെങ്കിൽ ഡോളർ കൈവശം വെക്കണമെന്ന ഒരു സാഹചര്യമാണ് വന്നത്. ഇത് ഡോളറിന് ആഗോളതലത്തിൽ വലിയ ഡിമാൻഡ് ഉണ്ടാക്കി. ഈ സംവിധാനം അമേരിക്കയ്ക്ക് നൽകിയ നേട്ടങ്ങളും ചെറുതല്ല. ലോകം മുഴുവൻ എണ്ണയ്ക്കായി ഡോളർ ശേഖരിക്കാൻ തുടങ്ങിയതോടെ ഡോളർ ലോകത്തിന്റെ കരുതൽ കറൻസി ആയിട്ട് മാറുകയാണ്. അമേരിക്കയ്ക്ക് എത്ര വേണമെങ്കിലും പണം അച്ചടിക്കാനും കടം വാങ്ങാനും ഇത് സൗകര്യമൊരുക്കാൻ തുടങ്ങി. കാരണം ലോകം മുഴുവൻ ആ ഡോളറിനായി കാത്തിരിക്കുകയായിരുന്നല്ലോ. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എത്ര തളർന്നാലും ഡോളറിന്റെ മൂല്യം താഴാതെ നിന്നത് ഈ പെട്രോ ഡോളർ കരുത്തിന്റെ മുകളിൽ തന്നെയാണ്. ഇതിലൂടെയാണ് ലോകത്തിലെ സൈനികവും സാമ്പത്തികവുമായ എല്ലാ കാര്യങ്ങളുടെയും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചത്. എന്നാൽ കാലം മാറി. ഇന്ന് ഈ പെട്രോൾ യുഗത്തിന് അന്ത്യം കുറിക്കുന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതോടെ പല രാജ്യങ്ങളും ഡോളറിനെ ആശ്രയിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. റഷ്യ തങ്ങളുടെ എണ്ണ വ്യാപാരം ചൈനീസ് യുവാനിലും ഇന്ത്യൻ രൂപയിലും നടത്താൻ തുടങ്ങിയത് ഇതിന്റെ തുടക്കമായിരുന്നു. ഇതിന് പിന്നാലെ സൗദി അറേബ്യ പോലും ചൈനയുമായും യുവാനിൽ എണ്ണ വ്യാപാരം നടത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് അമേരിക്കയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇറാൻ ആകട്ടെ നേരത്തെ തന്നെ ഡോളറിനെ ഒഴിവാക്കിയുള്ള വ്യാപാരത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ ഇറാന് സഹായവുമായി എത്തുന്നതും പ്രാദേശിക കറൻസികളിലേക്കോ ചരക്ക് കൈമാറ്റത്തിലൂടെയോ വ്യാപാരം നടത്താൻ ശ്രമിക്കുന്നതും പെട്രോ ഡോളറിന്റെ പ്രസക്തി കുറയ്ക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ബ്രസീൽ, ചൈന, റഷ്യ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക എന്നിവരടങ്ങുന്ന ബ്രിക്സ് കൂട്ടായ്മ സ്വന്തമായി ഒരു കറൻസി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതും അമേരിക്കൻ ഡോളറിന്റെ അന്ത്യം കുറിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. അമേരിക്കയുടെ കടം കുതിച്ചുയരുന്നതും ഡോളറിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനോടുമുള്ള മറ്റു രാജ്യങ്ങളുടെ എതിർപ്പും ഈ തകർച്ചയ്ക്ക് വേഗത കൂട്ടിയ ഘടകങ്ങൾ തന്നെയാണ്. പെട്രോ ഡോളർ അവസാനിക്കുമ്പോൾ അമേരിക്കയ്ക്ക് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പണം അച്ചടിക്കാനോ മറ്റു രാജ്യങ്ങളെ സാമ്പത്തികമായി നിയന്ത്രിക്കാനോ സാധിക്കാതെ വരും. ഇത് അമേരിക്ക എന്ന സൂപ്പർ പവറിന്റെ പതനത്തിലേക്കും ലോകം ഒരു ബഹുദ്രുവ രാഷ്ട്രീയ ക്രമത്തിലേക്ക് മാറുന്നതിലേക്കും നയിക്കും. ഒരു കാലത്ത് ലോകത്തെ വിറപ്പിച്ചിരുന്ന ഡോളർ സാമ്രാജ്യത്തിന്റെ അസ്തമയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. ഡോളർ അപ്രമാദിത്വം അഥവാ ഡി ഡോളറൈസേഷൻ എന്ന ആവശ്യം ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ മാത്രം താല്പര്യമൊന്നുമല്ല. മറിച്ച് അമേരിക്കയുടെ സാമ്പത്തിക ആധിപത്യത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ശക്തമായ രാഷ്ട്രങ്ങളുടേതാണ് ആ ആവശ്യം. ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് റഷ്യയും ചൈനയും തന്നെയാണ്. അമേരിക്ക തങ്ങളുടെ കറൻസിയെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ രാജ്യങ്ങളെ ഡോളറിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട പേര് റഷ്യയുടെ തന്നെയാണ്. റഷ്യയാണ് ഈ നീക്കത്തിൽ ഏറ്റവും വലിയ ചുവടുവെപ്പുകൾ നടത്തിയിട്ടുള്ള രാജ്യം. ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ അമേരിക്ക റഷ്യയുടെ വിദേശ നാണയ ശേഖരം മരവിപ്പിക്കുകയും സ്വിഫ്റ്റ് പേയ്മെന്റ് സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതോടെ ഡോളറിലുള്ള വിശ്വാസം റഷ്യക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുകയായിരുന്നു. ഇന്ന് റഷ്യ തങ്ങളുടെ ഊർജ്ജ വ്യാപാരം ചൈനീസ് യുവാനിലും ഇന്ത്യൻ രൂപയിലും മറ്റ് പ്രാദേശിക കറൻസികളിലുമാണ് നടത്തിപ്പോരുന്നത്.
ഡോളർ ഇല്ലാതെയും ഒരു വൻകിട സമ്പദ് വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് റഷ്യ ലോകത്തിന് കാണിച്ചു കൊടുത്തതും ഇതിലൂടെ തന്നെയാണ്. ഇത് പല രാജ്യങ്ങൾക്കും പ്രചോദനമായ സംഭവമാണ്. ചൈനയാണ് ഈ പോരാട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ശക്തി. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഡോളറിന് പകരമായി സ്വന്തം കറൻസിയായ യുവാൻ ആഗോളതലത്തിൽ പ്രതിഷ്ഠിക്കാനാണ് ചൈന ഇപ്പോൾ ശ്രമിക്കുന്നത്. സൗദി അറേബ്യയുമായുള്ള എണ്ണ വ്യാപാരം യുവാനിലാക്കാൻ ചൈന നടത്തിയ നീക്കങ്ങൾ പെട്രോ ഡോളറിന്റെ തകർച്ചയ്ക്ക് വലിയ വേഗതയാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള നിരവധി രാജ്യങ്ങളുമായി ചൈന പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താൻ കരാറുകളിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും ഈ പാതയിൽ തനതായ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യമാണ്. അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനും അത് രൂപയിൽ പണമിടപാട് നടത്താനും ഇന്ത്യ തയ്യാറായത് വലിയ ശ്രദ്ധ നേടിയതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അടക്കമുള്ള രാജ്യങ്ങളുമായി രൂപയിൽ വ്യാപാരം നടത്താൻ ഇന്ത്യ നിലവിൽ കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ഡോളറിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എങ്കിലും വ്യാപാരത്തിന് മറ്റു വഴികൾ കൂടി വേണമെന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇറാൻ, ബ്രസീൽ എന്നീ രാജ്യങ്ങളും ഈ മാറ്റത്തിനായി ശക്തമായി വാദിക്കുന്നവരാണ്. ഇറാന്റെ മേൽ പതിറ്റാണ്ടുകളായി തുടരുന്ന അമേരിക്കൻ ഉപരോധങ്ങളാണ് അവരെ ഡോളർ വിരുദ്ധ ചേരിയിലെ മുൻനിരക്കാരനാക്കി മാറ്റിയത്. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ പലതവണ പരസ്യമായി ഡോളർ ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കായി സ്വന്തം കറൻസി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ ബ്രിക്സ് കൂട്ടായ്മയിലെ രാജ്യങ്ങളാണ് ഈ നീക്കത്തിന് നേതൃത്വം നൽകുന്നതെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗവും പ്രകൃതി വിഭവങ്ങളുടെ വൻ ശേഖരവും കൈവശമുള്ള ഈ രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക ഏകാധിപത്യം വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും തങ്ങളുടെ സുരക്ഷയ്ക്കായി ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നത് ഈ മാറ്റത്തിന്റെ ആഴം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഡോളറിന് പകരമായി ഒരു പുതിയ ആഗോള കറൻസി രൂപീകരിക്കുകയോ അതല്ലെങ്കിൽ പ്രാദേശിക കറൻസികളിലൂടെയുള്ള വ്യാപാരം ശക്തിപ്പെടുത്തുകയോ ചെയ്യുക എന്നതാണ് ഈ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ആയുധമാണ് ഇല്ലാതായി പോകുന്നത്. ഡോളറിന്റെ അപ്രമാദിത്വം തകർക്കാൻ മുൻപന്തിയിലുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക നീക്കം ഡിജിറ്റൽ കറൻസികളുടെ വ്യാപനം തന്നെയാണ്. അതായത് അമേരിക്കൻ നയതന്ത്രത്തിലുള്ള സ്വിഫ്റ്റ് പോലുള്ള ബാങ്കിംഗ് സംവിധാനങ്ങളെ മറികടക്കാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള സ്വന്തം ഡിജിറ്റൽ കറൻസികൾ ഈ രാജ്യങ്ങൾ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ചൈനയുടെ ഡിജിറ്റൽ യുവാൻ വലിയ മുന്നേറ്റം നടത്തി കഴിഞ്ഞിട്ടുമുണ്ട്. അന്താരാഷ്ട്ര ഇടപെടലുകൾ ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറുമ്പോൾ അമേരിക്കയ്ക്ക് അത് നിരീക്ഷിക്കാനോ തടയാനോ ഒന്നും സാധിച്ചൊന്നും വരില്ല. രണ്ടാമത്തെ പ്രധാന നീക്കം സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുക എന്നതാണ്. ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ടൺ കണക്കിന് സ്വർണമാണ് വാങ്ങിക്കൂട്ടുന്നത്. ഡോളറിന് മൂല്യം ഇടിയുന്ന സാഹചര്യം ഉണ്ടായാൽ തങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സ്വർണത്തെ ഒരു കവചമായി ഈ രാജ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വിദേശ നാണയ ശേഖരത്തിൽ ഡോളറിന്റെ അളവ് കുറച്ച് പകരം സ്വർണവും മറ്റ് കറൻസികളും നിറയ്ക്കുന്ന ഈ പ്രക്രിയയെ ഡി ഡോളറൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രം കറൻസി സ്വാപ്പ് കരാറുകളാണ്. അതായത് ഇന്ത്യയും UAE തമ്മിലോ അല്ലെങ്കിൽ ചൈനയും റഷ്യയും തമ്മിലോ വ്യാപാരം നടത്തുമ്പോൾ ഡോളർ ഉപയോഗിക്കാതെ നേരിട്ട് അവരുടെ സ്വന്തം കറൻസികളിൽ ഇടപാട് നടത്തുന്നു. ഇതൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഡോളറിനുള്ളിലെ ഡിമാൻഡ് വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വിഷയവുമാണ് അല്ലെ. ഇത് കൂടാതെ അമേരിക്കൻ കടപ്പത്രങ്ങൾ വിറ്റഴിക്കുന്നതും ഈ രാജ്യങ്ങൾ തുടരുകയാണ്. ഒരു കാലത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ കടക്കാരനായിരുന്ന ചൈന ഇപ്പോൾ വൻതോതിൽ അമേരിക്കൻ ബോണ്ടുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു സാമ്പത്തിക നീക്കം കൂടിയാണ്. കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ സൈനികമായ പോരാട്ടങ്ങളെക്കാൾ വലിയൊരു സാമ്പത്തിക യുദ്ധമാണ് അണിയറയിൽ നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താം. സാങ്കേതിക വിദ്യയും പ്രകൃതി വിഭവങ്ങളും ആയുധമാക്കി അമേരിക്കയുടെ പണമിടപാട് ചങ്ങലകളിൽ നിന്ന് മോചനം നേടാനാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിൽ ഓരോ രാജ്യത്തിന്റെയും താല്പര്യങ്ങൾ വ്യത്യസ്തമാണ് എങ്കിലും അമേരിക്കൻ ആധിപത്യം അവസാനിപ്പിക്കുക എന്ന പൊതു ലക്ഷ്യം അവരെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഡോളറിന്റെ അവസ്ഥ പന്തിയിലല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.